ഹായ് ഓൾ. അപ്പോൾ എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ലിങ്കറാണ്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ലിങ്കറിൻ്റെ റോള് ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ലിങ്കറിൻ്റെ റോള് പറയുന്നതിന് മുന്നേ ഈ ഒരു 4 സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ട് പറയണം. അപ്പോൾ ഇതിൻ്റെ നീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം എഴുതാണ്, ഫോർ എക്സാമ്പിൾ സി. ഞാൻ എഴുതുന്ന പ്രോഗ്രാം കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് ആ കൂടെ അറിയുന്ന ലാംഗ്വേജ് ഏതാ? മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്, അതായത് സീറോസും വൺസും. ശരിക്കും ഈ സീറോസും വൺസും പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവ് വോൾട്ടേജും ഇതേ കമ്പ്യൂട്ടർ മനസ്സിലാവും. അപ്പോൾ ഞാൻ എഴുതിയ പ്രോഗ്രാം ഇപ്പോൾ സിയിലാണെങ്കിൽ, ഞാൻ എഴുതിയ സി പ്രോഗ്രാം കമ്പ്യൂട്ടർ മനസ്സിലാവണമെങ്കിൽ ഇതിനെ ബൈനറി ലാംഗ്വേജിലോട്ട് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു കൺവേർഷന് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ടുള്ള 4 സ്റ്റെപ്സാണിത്, മേജറായിട്ടുള്ള 4 സ്റ്റെപ്സ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് കമ്പൈലർ. കമ്പൈലർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഴുതിയ പ്രോഗ്രാമിനെ അസംബ്ലിയിലോട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ഇതൊരു നെസസിറ്റി പാർട്ടാണ്. അതായത് ഞാനിപ്പോൾ എഴുതിയ പ്രോഗ്രാം, അതായത് സി എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിപ്പോൾ സി തന്നെ എടുക്കണമെന്നില്ല, ജാവ ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, ഏതൊരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ആ ലാംഗ്വേജിനെ ഫസ്റ്റ് ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെയാണ് അസംബ്ലറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ കമ്പൈലറിൻ്റെ റോൾ എന്താണ്? കമ്പൈലറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലുള്ള അസംബ്ലിയിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ അസംബ്ലറിന് ഇൻപുട്ടായിട്ട് കൊടുത്തു. അടുത്തതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്, അതായത് അസംബ്ലർ. അസംബ്ലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കമ്പൈലർ കൊടുത്തിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള മെഷീൻ കോഡിലോട്ട് അസംബ്ലറാണ് കൺവേർട്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള ഓരോ ഇൻസ്ട്രക്ഷനെയും അസംബ്ലർ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അസംബ്ലർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്ററാണ്. ഓരോ ഇൻസ്ട്രക്ഷനെയും അസംബ്ലർ മെഷീൻ കോഡിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതാണ് അസംബ്ലറിൻ്റെ റോൾ. ഇനി ഒരു സി പ്രോഗ്രാമാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അസംബ്ലർ ഒബ്ജക്റ്റ് ഫയൽ പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയത്ത് മൾട്ടിപ്പിൾ സി പ്രോഗ്രാംസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അസംബ്ലർ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഫയൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഫയൽസിനെ ലിങ്ക് ചെയ്യുന്നതാണ് ലിങ്കറിൻ്റെ പർപ്പസ്. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്. ലിങ്കർ ആണ് ഇത് എല്ലാ റെഫറൻസസും റിസോൾവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാ വേരിയബിൾസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസിൻ്റെയും മെമ്മറി അഡ്രസ്സിനെ പ്രോപ്പറായിട്ട് റിസോൾവ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതും ലിങ്കറാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കർ ഒരു ഔട്ട്പുട്ട് ഫയൽ പ്രൊഡ്യൂസ് ചെയ്യും. ലിങ്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഫയലാണ് എക്സിക്യൂട്ടബിൾ ഫയൽ. ഈ എക്സിക്യൂട്ടബിൾ ഫയലിനെ ലോഡറിന് കൊടുക്കും. ലോഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കിട്ടിയിട്ടുള്ള എക്സിക്യൂട്ടബിൾ ഫയലിനെ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും, അതായത് റാമിലോട്ട് ലോഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്തോ, ഏതൊരു സോഫ്റ്റ്വെയർ നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ അവിടെ നിന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയലിനെ ലോഡർ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. അങ്ങനെയാണ് ആ പ്രോഗ്രാം ആക്ച്വലി റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 4 സ്റ്റെപ്പ് മെയിനായിട്ട്. ഇനി നമുക്ക് ലിങ്കറിനെ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് എ ലിങ്കർ? ലിങ്കർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു വലിയ പ്രോഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് മൊഡ്യൂൾസ് കാണും. അപ്പോൾ ഈ ഓരോ മൊഡ്യൂൾസും ലിങ്കറിലൂടെ പാസ് ചെയ്യുമ്പം ഓരോ ഒബ്ജക്റ്റ് ഫയൽ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരുപാട് മൊഡ്യൂൾസുള്ള ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് ഒരുപാട് ഒബ്ജക്റ്റ് ഫയൽസ് കിട്ടും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഫയൽസിനെ എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരൊറ്റ എക്സിക്യൂട്ടബിൾ ഫയൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലിങ്കറിൻ്റെ ടാസ്ക്. ഇത് മാത്രമല്ല, ഇപ്പോൾ സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ സീൻ്റെ അകത്ത് നമ്മൾ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി .h അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് .h, ഇതൊക്കെ ഹെഡർ ഫയൽസാണ്. അപ്പോൾ ഈ ഹെഡർ ഫയൽസിനെ നമ്മുടെ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിങ്കർ തന്നെയാണ്. അതൊരു എക്സ്റ്റേണൽ റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ലിങ്കറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാനാണെങ്കിൽ, ലിങ്കർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ലിങ്കറാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ് ഫയൽസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ജനറേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഈ നമ്മുടെ സോഴ്സ് കോഡിനെ കമ്പൈലറിലോട്ട് കൊടുക്കുമ്പോൾ കമ്പൈലർ അതിനെ ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലിയിലോട്ട് കൺവേർട്ട് ചെയ്യും. അസംബ്ലർ അതിനെ ഒബ്ജക്റ്റ് കോഡാക്കും. ഒബ്ജക്റ്റ് കോഡ് ലിങ്കറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്കർ അതിനൊരു എക്സിക്യൂട്ടബിൾ ഫയലാക്കും. ഈ എക്സിക്യൂട്ടബിൾ ഫയൽ ലോഡർ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. ഒരു കുറച്ചും കൂടെ നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടാൻ ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. സോ അടുത്തതാണ് ലിങ്കറിൻ്റെ കോർ ഫങ്ഷൻസ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് എക്സ്റ്റേണൽ റെഫറൻസസ്. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അസംബ്ലർ എനിക്ക് 3 ഒബ്ജക്റ്റ് ഫയൽ വന്നു. ഒബ്ജക്റ്റ് ഫയൽ 1, ഒബ്ജക്റ്റ് ഫയൽ 2, ഒബ്ജക്റ്റ് ഫയൽ 3. ഇതിൻ്റെ അത് ഒബ്ജക്റ്റ് ഫയൽ 3ൽ ഒരു വേരിയബിളിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഒബ്ജക്റ്റ് ഫയൽ 1ലാണ്. അപ്പം ഒബ്ജക്റ്റ് ഫയൽ 1നെയും ഒബ്ജക്റ്റ് ഫയൽ 3നെയും കൂടി കണക്ട് ചെയ്യുന്നത് ലിങ്കറാണ്. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ റെഫറൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ടേബിളായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസും ഫങ്ഷൻസും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, അതായത് മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും,
അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഉണ്ടാവും. ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ടേബിളാണ്. ഈ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ലിങ്കർ ഓരോ ഒബ്ജക്റ്റ് ഫയലിനെയും കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെമ്മറി ഓഫ്സെറ്റ് ചെയ്യുന്നത്. മെമ്മറി ഓഫ്സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്മറിയെ ഫൈനലൈസ് ചെയ്യുന്നതാണ്. അതെന്താണെന്ന് കുറച്ചും കൂടെ മനസ്സിലാവണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞുതരാം, അതായത് റീലൊക്കേഷൻ. റീലൊക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറിന് അറിയത്തില്ല അസംബ്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഫയൽസിനെ മെമ്മറിയിൽ എവിടെ പ്ലേസ് ചെയ്യണമെന്ന്. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റ് ഫയൽസിൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 0 ആയിട്ട് വെക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മൊഡ്യൂൾ കൺവേർട്ടായി ഒബ്ജക്റ്റ് ഫയലായി, അതായത് ഒബ്ജക്റ്റ് ഫയൽ 1 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 0 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ഫയൽ കൺവേർട്ടായി ഒബ്ജക്റ്റ് ഫയൽ 2 ഒട്ടി, ഇതിൻ്റെ അഡ്രസ്സും 0 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റ് ഫയൽസിനും ഒരേ മെമ്മറി അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഫൈനൽ പ്രോസസ്സിൽ ലിങ്കർ ലിങ്ക് ചെയ്ത് എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന ആ ഒരു സ്റ്റേജിൽ ഇതിന് ഫൈനലൈസ്ഡ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇതിനാണ് റീലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലിങ്കറിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി ലിങ്കറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് സ്റ്റാറ്റിക് ലിങ്കിങ്, രണ്ടാമത്താണ് ഡൈനാമിക് ലിങ്കിങ്. ഫസ്റ്റ് വൺ ആയിട്ടുള്ള സ്റ്റാറ്റിക് ലിങ്കിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കിട്ടിയ എക്സിക്യൂട്ടബിൾ ഫയലിൻ്റെ അകത്തോട്ട് എല്ലാ ലൈബ്രറി മൊഡ്യൂൾസിനെയും കോപ്പി ചെയ്ത് വെക്കും. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ലൈബ്രറി മൊഡ്യൂൾസിനെയും ഈ എക്സിക്യൂട്ടബിൾ ഫയലിലോട്ട് കോപ്പി ചെയ്ത് വെക്കും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിൽ ഒരു എക്സ്റ്റേണൽ ലൈബ്രറിയെ അല്ലെങ്കിൽ ഒരു ഷെയർഡ് ലൈബ്രറിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓരോ എക്സിക്യൂട്ടബിൾ ഫയലിൽ ഈ ലൈബ്രറി മൊഡ്യൂൾസ് കോപ്പി ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പ്രോഗ്രാമും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സ്റ്റാറ്റിക് ലിങ്കിങ് യൂസ് ചെയ്ത പ്രോഗ്രാമും ഡൈനാമിക് ലിങ്കിങ് യൂസ് ചെയ്ത പ്രോഗ്രാമും കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ലിങ്കിങ് യൂസ് ചെയ്ത പ്രോഗ്രാം കമ്പാരിറ്റീവ്ലി ലാർജർ ആയിരിക്കും, സൈസ് കൂടുതലായിരിക്കും. ഇനി ഡൈനാമിക് ലിങ്കിങ് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ലിങ്കിങ് പോലെ എക്സ്റ്റേണൽ ലൈബ്രറീസിനെ നമ്മുടെ എക്സിക്യൂട്ടബിൾ ഫയലിലോട്ട് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഷെയർഡ് ലൈബ്രറിയാണ് യൂസ് ചെയ്യുക. അപ്പം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും ഒരൊറ്റ ലൈബ്രറിയെ റെഫർ ചെയ്യും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് സ്റ്റോറേജ് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോഡുലാരിറ്റിയാണ്. അതായത് നമ്മൾ സ്റ്റാറ്റിക് ലിങ്കിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ലിങ്കിങ് യൂസ് ചെയ്ത ഒരു പ്രോഗ്രാം അപ്ഗ്രേഡോ അല്ലെങ്കിൽ അപ്ഡേറ്റോ ചെയ്യണമെങ്കിൽ അതിനെ റീകമ്പയർ ചെയ്യണം, എന്നാലേ അതിനകത്തുള്ള ലൈബ്രറീസ് അപ്ഡേറ്റ് ആവുള്ളൂ. പക്ഷേ ഡൈനാമിക് ലിങ്കിങ്ങിൻ്റെ കേസിൽ ഈ ലൈബ്രറിയെ നമ്മൾ അപ്ഡേറ്റോ അപ്ഗ്രേഡോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആവും. പക്ഷേ അതിനനുസരിച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഏതെങ്കിലും ഒരു ലൈബ്രറി മിസ്സിംഗ് ആണെങ്കിൽ അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിനെയും എഫക്റ്റ് ചെയ്യും, എല്ലാ പ്രോഗ്രാംസും ഫെയിൽ ആവാനുള്ള റീസൺ ആവും. ഇനി ഡൈനാമിക് ലിങ്കിങ്ങിനെ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, ലോഡ് ടൈം ലിങ്കിങ്ങും റൺ ടൈം ലിങ്കിങ്ങും. ലോഡ് ടൈം ലിങ്കിങ്ങിൻ്റെ കേസിനകത്ത് പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടി മെമ്മറിയിൽ ലോഡ് ആവുന്ന ടൈം തന്നെ ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ലൈബ്രറീസിനെ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യും. അതേ സ്ഥാനത്ത് റൺ ടൈം ലിങ്കിങ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിലാണ് റിക്വയർഡ് ആയിട്ടുള്ള ലൈബ്രറീസിനെ കണക്ട് ചെയ്യുക. ഇതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ലോഡ് ടൈം ലിങ്കിങ്ങിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു ലൈബ്രറി മിസ്സിംഗ് ആണെങ്കിൽ ആ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേ സ്ഥാനത്ത് റൺ ടൈം ലിങ്കിങ് ലോഡാവും, പക്ഷേ ആ ലൈബ്രറിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് യൂസർ ചെയ്യുകയാണെങ്കിൽ യൂസറിൻ്റെ ടെർമിനലിൽ എറർ മെസ്സേജ് ത്രോ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ലിങ്കർ എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം സിമ്പിൾ റെസൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, റീലൊക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ലിങ്കിങ്ങിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അത് സ്റ്റാറ്റിക് ലിങ്കിങ്ങും ഡൈനാമിക് ലിങ്കിങ്ങും ആണെന്ന് പറഞ്ഞു, അതിനെ രണ്ടിനെയും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിങ്കറിൻ്റെ കൺസെപ്റ്റിൽ മെയിനായിട്ട് വരുന്നത്. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ ലിസണിങ്.